നമസ്കാരം. ഹമാസ് ഭീകരവാദികളെ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി മുതൽക്കേ ഇസ്രായേൽ സേന എങ്ങനെയാണോ നേരിട്ടത് അതുപോലെ തന്നെ ലെബനോനിൽ ഇപ്പോൾ ഹിസ്ബുള്ളയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓരോ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 8 ദിവസം കൊണ്ട് 3000-ൽ താഴെ ഭീകരന്മാരെയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ഇത് വലിയ ഒരു വാർത്തയാണ്. ലോകം മുഴുവനുള്ള മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണ പരമ്പരകൾ കൃത്യമായിട്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇറാൻ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇസ്രായേലിലേക്ക് ശ്രമിച്ചിരുന്നു. ഈ വളരെ വലിയ രീതിയിലുള്ള ആക്രമണ പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ മിസൈലുകളും തങ്ങളുടെ ഇസ്രായേലിൽ വന്ന് പതിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകളൊക്കെയാണ് ഇറാന്റെ ഭരണപക്ഷ നേതൃത്വത്തിൽ നിന്നെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, തങ്ങളുടെ പൊതുശത്രു ഇപ്പോൾ ഇസ്രായേൽ ആണെന്നും ഇസ്രായേലിനെ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ തങ്ങളുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാന് കിട്ടാനിരിക്കുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു തിരിച്ചടിയല്ല, അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഇസ്രായേൽ വർഷങ്ങളായിട്ട് ഇറാനുമായിട്ടൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം തകർക്കുക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് ഇറാന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള എണ്ണ വ്യാപാരമാണ്. ഈ പെട്രോൾ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ തന്നെ ഇന്ത്യ അടക്കം ഇറാനിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇനി ഇറാനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ പോലും ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണ് ഇറാനെതിരെ ഇസ്രായേൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശക്തമായിട്ടുള്ള ആക്രമണ പദ്ധതികൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്നതിൽ തർക്കമില്ല. പക്ഷേ അതിനോടകം തന്നെ ലെബനോനിലെ വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2006-ൽ ഇസ്രായേലിനെ ലെബനോനിലെ ഭീകരവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ള പരാജയപ്പെടുത്തി എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകൾ, വാർത്തകളൊക്കെ കുറെ നാളുകളായിട്ട് ഇവിടുത്തെ സുഡാപ്പി ഭീകരന്മാർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതുപോലെ ടെക്നോളജി ഉള്ള ഒരു രാജ്യത്തെ വെറുപ്പിക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു ബോധമുള്ള രാഷ്ട്രതലവന്മാരും തയ്യാറല്ല. അത് അമേരിക്കയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലൊക്കെ അതുപോലെ തന്നെയാണ്. ഇസ്രായേലിന്റെ കാഴ്ചപ്പാടുകൾ അത്രത്തോളം വലുതാണ്. ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി അവർ എടുക്കുന്ന തീരുമാനങ്ങളാണ് എപ്പോഴും വളരെ വലിയ ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് മൊസാദിന്റെ മറ്റൊരു കലാപരിപാടിയായിരുന്നു പേജർ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ ഭീകരന്മാരെ കൊലപ്പെടുത്തി. 5000-ഓളം പേജറുകൾ തായ്ലാന്റിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഈ പറഞ്ഞ ഹിസ്ബുള്ള ഭീകരന്മാർ അത് പോക്കറ്റിലിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കി എല്ലാം പൊട്ടിത്തെറിച്ച് ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൂറികളുടെ അടുത്ത് ചെന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിലേക്ക്, ലിംഗം വരെ അടിച്ചു പോയ അവസ്ഥയിലേക്കായിരുന്നു പേജർ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്. അപ്പോൾ ഒരു സംശയമില്ല, പേജർ ആക്രമണത്തിന് പുറമേ തന്നെ ഇസ്രായേൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഈ പറയുന്ന ലെബനോനിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്തി, മാസങ്ങളോളം സമയം കണ്ടെത്തി കൃത്യമായിട്ട് ഈ ലെബനോനെ അല്ലെങ്കിൽ അവിടെയുള്ള ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ, തലവന്മാരെ, പ്രവർത്തകരെ ഓരോരുത്തരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് 1% പോലും ഒരു രാഷ്ട്ര തലവന്മാർക്കോ അല്ലെങ്കിൽ ഒരു സംഘടനകൾക്കോ മാറി നിൽക്കാൻ സാധിക്കില്ല. ഇസ്രായേലിനെ എതിർക്കുന്ന എല്ലാവരെയും കൃത്യമായിട്ട് അവരെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ടെക്നിക്കലായിട്ട് ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പേജർ ആക്രമണത്തിലൂടെ ഈ പറയുന്ന ഇസ്രായേൽ എല്ലാവരെയും സൂചിപ്പിക്കുന്നത്. കൂട്ടത്തിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ലെബനോനിലെ ജനങ്ങൾ പോലും സാധാരണ മൊബൈൽ ഫോണുകൾ പോലും ഉപയോഗിക്കാൻ ഭയപ്പെടുന്നു എന്നുള്ള വാർത്ത. പലരും അത് എറിഞ്ഞു കളയുന്നു. ഏത് സമയത്താണ് ഇത് പൊട്ടിത്തെറിക്കുക എന്നുള്ളത് അവർക്കറിയില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലും കൃത്യമായിട്ട് സ്വാധീനം ചെലുത്താനായിട്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമാണ്, ഒരു സംശയവും വേണ്ട, കൃത്യമായിട്ട് ഈ പറയുന്ന ലെബനോനിലെ ഭീകരവാദ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിനായിട്ടുള്ള എൻഡ് കൂടി ഇവർ കണ്ടു. എവിടെയാണോ തുടങ്ങിയത് ആ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ജൂതന്റെ ബുദ്ധിയിൽ അവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്ന് സംശയമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ പശ്ചിമേഷ്യ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഗാസയിലെ ഹമാസ് ഭീകരവാദികളുടെ അന്ത്യം കൂടിയായിരുന്നു. എങ്ങനെയാണോ ഹൂറികളുടെ അടുത്തേക്ക് ഈ ഭീകരന്മാരെ കൈമാറാൻ വേണ്ടിയിട്ടുള്ള അവസരം ഇസ്രായേൽ നോക്കിയിരുന്നത്, അത് കൃത്യമായിട്ട് കഴിഞ്ഞ വർഷം ഹമാസ് തയ്യാറാക്കി കൊടുത്തു. അവർക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി അവർ തന്നെ വെട്ടിയെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അത് വലിയ രീതിയിൽ തന്നെ വ്യോമാക്രമണത്തിലൂടെ ആരംഭിച്ച യുദ്ധ സംവിധാനം അത് ഒരു സംശയം പോലും ഇല്ലാതെ ശക്തമായിട്ട് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാതൊരു. ഒരു ഭീകരനുണ്ടെങ്കിൽ അവിടെ ആ പ്രദേശം പോലും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇനി ഗാസക്ക് ഒരു തിരിച്ചുവരവില്ല, റഫക്ക് ഒരു തിരിച്ചുവരവില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ് മലയാള സിനിമയിലെ ഒരു പ്രമുഖ താരം എല്ലാവരുടെയും ശ്രദ്ധ ഈ പറയുന്ന റഫയിലേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെയർ ചെയ്ത ലഭിച്ച ഒരു പോസ്റ്റൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലേക്ക് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പ്രചരണ സംവിധാനത്തിലൂടെയെല്ലാം നമ്മളെല്ലാവരും ഇതെന്താണ് റഫക്ക് എന്താണ് സംഭവിച്ചത്, ഇവിടെ എന്താണ് കാണുന്നത്? അപ്പോൾ റഫയിലുള്ള കുറെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി എന്നുള്ളതാണ് ഇവന്മാരുടെ പരാതി. ഇതിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യോമാക്രമണം നടത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊലപ്പെടുത്താനാണ് എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിനുള്ളിലാണ് ഹമാസ് ഭീകരവാദികൾ സുരക്ഷിതമായിട്ട് ഒളിഞ്ഞിരിക്കുന്നത്. അവർക്ക് ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും പ്രധാനമായിട്ട് കേന്ദ്രമാക്കി വെച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അല്ലാത്ത മറ്റേതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ വ്യോമമാർഗവും കരമാർഗവും ഇവരെ കൊന്നുകളയുമെന്ന് ഈ ഹമാസ് ഭീകരവാദികൾക്ക് നല്ല പോലെ അറിയാം. അപ്പൊ അതിന്റെ പേരിൽ ഈ ഭീകരരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുകയാണ്. അതിനെ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും ആക്രമിച്ചിട്ടുണ്ട്. ഇവിടെ മരണപ്പെടുന്നത് ഈ കുട്ടികളുടെ ഇടയിൽ എങ്ങനെയാണ് ഭീകരവാദികൾ മരണപ്പെടുന്നത്? കുട്ടികൾ മരിച്ചിട്ടില്ല എന്നല്ല, പലരും ഈ ഒരു ആക്രമണത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണമായിട്ടും ഈ ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ തന്നെയാണ്, സംശയമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനുള്ള വഴിവെച്ചത് ഇവരാണ്. പാലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും പോലും സുരക്ഷിതത്വം നൽകാതെ ഇവരൊരു മനുഷ്യ കവചമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യം അക്രമം അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം സ്ഫോടനങ്ങൾ വ്യോമാക്രമണം നടത്തുന്നതിന് മുന്നോടിയായിട്ട് തന്നെ കൃത്യമായിട്ട് ഇസ്രായേൽ സേന പറയാറുണ്ട്, ഇത്ര സമയത്തിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ ഇവിടെ ആക്രമിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവർ ഇവിടുന്ന് പോകുന്നില്ല. കാരണം ഹമാസ് ഭീകരവാദികൾക്ക് ഇവരെ ഒരു മനുഷ്യ കവചമായിട്ട് സൃഷ്ടിച്ചെടുക്കണം. ആ സൃഷ്ടിക്കുന്നതിന്റെ പേരിലാണ് ഇങ്ങനെ നിരന്തരമായിട്ട് ഇവിടെ നിന്ന് പോകാതെ അവിടെ തന്നെ കെടുക്കുന്നത്. പലരും ബോധമുള്ള പല ആൾക്കാരും പോയി, അല്ലെങ്കിൽ ഹമാസിനെയും എതിർത്ത് പോകുന്നവർ പോയി. ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും അതോടൊപ്പം തന്നെ ലെബനോനിലും ഇസ്രായേൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ പോകണം, ഇവിടുന്ന് പോകണം, നിങ്ങൾ ഒഴിഞ്ഞു പോകണം, കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭീകരവാദികളെ വധിക്കാൻ പറ്റില്ല, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഭീകരവാദികളെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്കില്ല, ഞങ്ങൾ അവരെ തീർക്കാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് എത്ര സാമ്പത്തിക നഷ്ടമോ എത്ര ആയുധ നഷ്ടമോ എത്ര ആൾനാശമോ എന്നുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നോക്കുന്നില്ല, അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ഗാസയിലെയും ലെബനോനിലെയും ജനങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നമില്ലാതെ ഇനിയും തുടർന്ന് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അത്രത്തോളം വലിയ രീതിയിലുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ആക്രമണങ്ങളും കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഭീകരവാദികൾ എവിടെയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ധാരണയുമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നത്. അത് ശക്തവും വ്യക്തവുമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി തുടങ്ങിയ ആക്രമണം ഇപ്പോൾ ഗാസയിൽ നിന്ന് കൃത്യമായിട്ടത് റഫ വഴി ലെബനോനിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു കോംപ്രമൈസും ഇല്ല. ഇസ്രായേലിന്റെ വലിയ രീതിയിലുള്ള കരയുദ്ധത്തിൽ ലെബനോനിൽ ഇപ്പോൾ ഏകദേശം 3000-ഓളം ഭീകരവാദികൾ തീർന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ തലവനായിട്ടുള്ള ഹസൻ നസ്രള്ളയും ഉണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചടിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്കുള്ള അവരുടെ ആയുധ ശേഖരങ്ങൾ കൂടി നശിപ്പിക്കുന്നു. ഇറാനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇറാൻ ഇങ്ങനൊരു ഭീകരവാദ സംഘടനയെ പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് തങ്ങളുടെ രാഷ്ട്രത്തെ പോലും അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രത്തിലെ ജനങ്ങളെ പോലും സുരക്ഷിതമായിട്ട് പാർപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേലിന്റെ ഭീഷണി ഇപ്പോൾ ഇറാന് നേരെ തുടങ്ങിയിരിക്കുകയാണ്. വൈകാതെ തന്നെ ഇതിലൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ഗംഭീരമായിട്ടുള്ള തിരിച്ചടി കിട്ടും എന്ന് ഇറാൻ ഉറപ്പിച്ച് ഇങ്ങനെ കരഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.